നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷനാണ് കണ്ടത്. അതിന് മുന്നോടിയായിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ വിൻഡോ ഏരിയയിൽ 3 ഫേസ് ട്രാൻസ്ഫോമർ ആകുമ്പോൾ അതിൻ്റെ വിൻഡോ ഏരിയയിൽ എന്തുമാത്രം കോപ്പർ ഉണ്ടെന്നുള്ളത് നമുക്കതിനെക്കുറിച്ചൊരു ധാരണ വേണം. വിൻഡോ ഏരിയ എന്ന് പറയുമ്പോൾ ഇതാണ് വിൻഡോ ഏരിയ. ദിസ് ഈസ് ദ വിൻഡോ ഏരിയ. ദിസ് ഈസ് വൺ വിൻഡോ ആൻഡ് ദിസ് ദ സെക്കൻഡ് വിൻഡോ. ബോത്ത് ആർ ഐഡൻറ്റിക്കൽ. വിൻഡോ ഏരിയ. അപ്പം വിൻഡോ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് WW. ഇത് സെയിം ആസ് ദിസ്. വിൻഡോ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കോർ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ലിമ്പിനെയാണ് നമ്മൾ യോക്കെന്ന് പറയുന്നത്. കോർ എന്ന് പറഞ്ഞാൽ ഇതാണ് കോർ ലിംബ്. കോർ ഓർ ലിംബ് എന്ന് നമ്മൾ പറയും. ലെഗ്. ഇത് 3. അപ്പോൾ ഇതിൻ്റെ കോർ സ്ട്രക്ചറാണ് 3 ഫേസ് ട്രാൻസ്ഫോമർ. 3 ഫേസ് ട്രാൻസ്ഫോമർ ആകുമ്പോൾ ഇതിനകത്ത് വൈൻഡിങ് എങ്ങനെയാണ് വെക്കുന്നത്? വൈൻഡിങ് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കോറിന് ഏറ്റവും അടുത്തായിട്ട് ലോ വോൾട്ടേജ് വൈൻഡിങ് വെക്കും. 3 ഫേസ് ട്രാൻസ്ഫോമർ ആകുമ്പോൾ ഓരോ ലിംബിലും ഓരോ ഫേസാണ്. A ഫേസ്, B ഫേസ് ആൻഡ് C ഫേസ്. ഓരോ കോർ ലിംബിലും ഓരോ ഫേസ് അക്കോമഡേറ്റ് ചെയ്യുന്നതിനായി 3 കോർ ലിംബ് കൊടുത്ത്. സിംഗിൾ ഫേസ് ആകുമ്പോൾ 2 കോർ ലിംബേ ഉള്ളൂ. അപ്പം ഇത് കോറ്, ഇത് ഫ്ലക്സിൻ്റെ പാത്തിന് വേണ്ടിയാണ് ഈ കോർ നമ്മൾ കൊടുക്കുന്ന സിലിക്കൺ സ്റ്റീലാണ്. ലാമിനേഷൻസ് വെച്ച് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത്. ആക്ച്വലി ഇത് ഇങ്ങനൊരു ക്ലോസ്ഡ് ഈ സെക്ഷന് പകരമാണെന്നുണ്ടെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷനും I സെക്ഷനും കൂടെ ആകാം. അപ്പോൾ ഈ മുകളിലത്തെ മാത്രം സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അപ്പം ഒരു ഈ സെക്ഷനും പിന്നെ മുകളിലത്തെ I സെക്ഷനും. അപ്പോൾ നമ്മൾ ഇത് കോർ അസംബിൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ താഴത്തെ ആണെങ്കിൽ ഈ സെക്ഷൻ അസംബിൾ ചെയ്യും. അതെല്ലാം അവിടെ സ്റ്റാക്ക് ചെയ്തതിന് ശേഷം വൈൻഡിങ് വെച്ചതിന് ശേഷം മുകളിലത്തെ ഒരു I സെക്ഷൻ അത് ലാമിനേഷൻസ് ആയിരിക്കും. അതിങ്ങനെ വെച്ച് ചേർത്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പ്ലേറ്റൊക്കെ വെച്ച് ഇതിനെ തമ്മിൽ അസംബിൾ ചെയ്യും. അപ്പോൾ അത് പോട്ടെ, നമുക്ക് വൈൻഡിങ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കോറിന് ചുറ്റും ഇൻസുലേഷൻ വരും. ഇൻസുലേഷൻ. ഇത് ഇൻസുലേറ്റിംഗ് സിലിണ്ടറാണ്. അപ്പോൾ ഇൻസുലേറ്റിംഗ് സിലിണ്ടർ ഇതിങ്ങനെ ചുറ്റാകെ ഇരിക്കും. ഇൻസുലേറ്റിംഗ് സിലിണ്ടർ ഇൻസുലേഷനാണ്. ഇൻസുലേറ്റിംഗ് സിലിണ്ടർ അതിങ്ങനെ ഇറക്കി വെക്കും. അത് 3 ലിംബിലും വെക്കും. ലോ വോൾട്ടേജ് വൈൻഡിങ് ആണ് ആദ്യം വെക്കുന്നത്. ലോ വോൾട്ടേജ് വൈൻഡിങ്. നമ്മൾ ലോ വോൾട്ടേജ് വൈൻഡിങ് വെക്കും 3 ലിംബിൽ. അതിന് മുന്നേ ആയിട്ട് ഒരു ഇൻസുലേറ്റിംഗ് സിലിണ്ടർ എന്ന് പറയും. അതിങ്ങനെ ഇറക്കി വെക്കും. അപ്പം 3 ലിംബിൽ ഇൻസുലേഷൻ കൊടുത്തു. ഇനി നമ്മൾ വെക്കുന്ന ലോ വോൾട്ടേജ് വൈൻഡിങ്. ലോ വോൾട്ടേജ് വൈൻഡിങ് ഇനി ചുറ്റാകെ വെക്കും. ലോ വോൾട്ടേജ് വൈൻഡിങ് 3 ലിംബിൽ ലോ വോൾട്ടേജ് വൈൻഡിങ് വെക്കും. അപ്പോൾ ആദ്യം ലോ വോൾട്ടേജ് വൈൻഡിങ് അതിങ്ങനെ സിലിണ്ടറിക്കലായിട്ട് വൈൻഡ് ചെയ്തതിന് ശേഷം ഇറക്കി വെക്കും. എത്ര ടേൺസാണെന്ന് വെച്ചാൽ അത്രയും ടേൺസ്. 3 ലോ വോൾട്ടേജ്. അപ്പം ലോ വോൾട്ടേജ് അതിനെ ഞാൻ പ്രൈമറി വൈൻഡിങ് എന്ന് വിളിക്കുന്നു. അപ്പം പ്രൈമറി, ഇവിടെ ഒരു പ്രൈമറി, ഇതിന് ചുറ്റും ഈ പ്രൈമറി, ഇതിന് പ്രൈമറി, ഇത് പ്രൈമറി, 3ാമത്തെ ലിംബിലെ പ്രൈമറി. ഓക്കെ, ലോ വോൾട്ടേജ് വൈൻഡിങ്. ഇനി നമ്മൾ ഹൈ വോൾട്ടേജ് വൈൻഡിങ് ആണ് ഇതിന് ചുറ്റും വെക്കേണ്ടത്. അതിനാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ലോ വോൾട്ടേജും ഹൈ വോൾട്ടേജും നമ്മൾ ഇൻസുലേഷൻ വെക്കും. ലോ വോൾട്ടേജും ഹൈ വോൾട്ടേജിനും ഇടയ്ക്കുള്ള ഇൻസുലേഷൻ, ഇതുപോലെ ഒരു ഇൻസുലേഷൻ വെക്കും. എല്ലാത്തിനും ഇടയ്ക്ക് വെക്കും ഇൻസുലേഷൻ. ഇനി ഹൈ വോൾട്ടേജ് വൈൻഡിങ് വെക്കും. ഹൈ വോൾട്ടേജ് വൈൻഡിങ്. അപ്പോൾ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിനെ ഞാൻ സെക്കൻഡറി എന്ന് വിളിക്കും.
സെക്കൻഡറി. അതിനായിരിക്കും തിക്നെസ് കൂടുതൽ. ഇവിടെ ഞാൻ എല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഒന്ന് കനം കുറച്ചതാണ്. ഉണ്ടേ സെക്കൻഡറി ഹൈ വോൾട്ടേജ് വൈൻഡിങ് ആണ് കൂടുതൽ ടേൺസ് എങ്കിൽ സെക്കൻഡറി എന്ന് വിളിക്കും. ആക്ച്വലി ദ ഹൈ വോൾട്ടേജ് വൈൻഡിങ് ഈസ് തിക്കർ. ഹൈ വോൾട്ടേജ് വൈൻഡിങ് HV വൈൻഡിങ് ഈസ് തിക്കർ than LV winding. High voltage winding is thicker than the low voltage winding. അപ്പോൾ ഞാൻ ലോ വോൾട്ടേജ് വൈൻഡിങ്ങിനെ ഞാൻ പ്രൈമറി എന്ന്, ഹൈ വോൾട്ടേജ് വൈൻഡിങ് സെക്കൻഡറി എന്ന്. അപ്പോൾ ഓരോ വിൻഡോയിലും ഓരോ വിൻഡോ പോർഷനിലും താഴെ വരും ഇത് ഓരോ വിൻഡോ പോർഷനിൽ എത്ര പ്രൈമറി എത്ര സെക്കൻഡറി ഉണ്ട്. ഈ വിൻഡോയിലാണെന്നുണ്ടെങ്കിൽ 2 പ്രൈമറി, ഇതിൻ്റെ ഒരു പ്രൈമറിയും ഇതിൻ്റെ ഒരു പ്രൈമറിയും. അപ്പോൾ 2 പ്രൈമറി 2 സെക്കൻഡറി ഉണ്ട്. ഈ വിൻഡോ എടുക്കുകയാണെങ്കിൽ 2 പ്രൈമറി ഉണ്ട് 2 സെക്കൻഡറി ഉണ്ട്. അങ്ങനെയാണ് ഈ 3 ഫേസിൻ്റെ കേസിൽ നമുക്ക് 2 പ്രൈമറിയും 2 സെക്കൻഡറിയും വരുന്നത്. അപ്പോൾ കോപ്പർ എന്ന് പറഞ്ഞാൽ ഈ വൈൻഡിങ്ങിലാണ് കോപ്പർ വരുന്നത്. ഇൻ ദ വിൻഡോ ഏരിയ ദർ ഈസ് കോപ്പർ ബിക്കോസ് ഓഫ് ദി വൈൻഡിങ്സ്, ഇൻ ദി സോ നമ്മൾ കോപ്പർ കണ്ടുപിടിക്കുമ്പോൾ കോപ്പർ ഏരിയ ഇൻ ഈച്ച് വിൻഡോ എന്ന് പറഞ്ഞാൽ കോപ്പർ ഏരിയ എന്ന് പറയുമ്പോൾ AC ആണ്. 2 ഇൻറ്റു പ്രൈമറി വൈൻഡിങ്ങിൻ്റെ കോപ്പർ ഏരിയ പ്ലസ് സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ കോപ്പർ ഏരിയ. അത് 2 പ്രൈമറിയും 2 സെക്കൻഡറിയും ഉള്ളതുകൊണ്ട് 2 നമ്മൾ വെളിയിലെടുത്തു. അപ്പോൾ മൊത്തം പ്രൈമറി വൈൻഡിങ്ങിൻ്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് വൺ കണ്ടക്ടർ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി പ്രൈമറി വൈൻഡിങ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സെക്കൻഡറി വൈൻഡിങ് പ്ലസ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സെക്കൻഡറി വൈൻഡിങ്. അപ്പോൾ നമ്മൾ AP ഇൻറ്റു TP പ്ലസ് AS ഇൻറ്റു TS എന്ന് പറഞ്ഞു. ഇനി AP എന്ന് പറഞ്ഞാൽ എന്താണ്? AP എന്ന് പറഞ്ഞാൽ IP ബൈ ഡെൽറ്റയാണ്. ഇൻസ്റ്റെഡ് ഓഫ് AP വി ക്യാൻ റൈറ്റ് IP ബൈ ഡെൽറ്റ. AP is IP by delta. AP is IP, primary current by delta, and AS is IS by delta. നോക്കണം, AP is IP by delta and AS is IS by delta. പ്രൈമറി കറണ്ടിനെ കറണ്ട് ഇൻസിറ്റ്യൂട്ട് ഡിവൈഡ് ചെയ്യുമ്പം പ്രൈമറി ക്രോസ് സെക്ഷൻ കിട്ടും. അതുപോലെ സെക്കൻഡറിക്ക് എന്ത് ക്രോസ് സെക്ഷൻ വേണമെന്നുള്ള സെക്കൻഡറി കറണ്ടിനെ നമ്മൾ ഡെൽറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അപ്പോൾ നമുക്ക് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ IP ഇൻറ്റു TP എന്ന് വരും. IP ഇൻറ്റു TP പ്ലസ് IS ഇൻറ്റു TS. ഇനി പ്രൈമറി കറണ്ട് ഇൻറ്റു പ്രൈമറി N1 ഇൻറ്റു I1 ഈസ് ഈക്വൽ ടു N2 ഇൻറ്റു I2. അതിനെ നമ്മൾ ആംപിയർ ടേൺസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ IP ഇൻറ്റു TP എന്ന് പറയുന്നത് ആംപിയർ ടേൺസ്, IS ഇൻറ്റു TS എന്ന് പറയുന്നത് ആംപിയർ ടേൺസ് രണ്ടും. അപ്പോൾ ഇവിടെ തന്നെ 2 ആംപിയർ ടേൺസ് ആയി. എന്നിട്ട് ഈ ബ്രാക്കറ്റിന് വെളിയിലുള്ള 2 കൊണ്ട് എടുക്കുമ്പോഴത്തേക്ക് 2 ഇൻറ്റു 2 4 ആംപിയർ ടേൺസ്. ഡിനോമിനേറ്ററിൽ ഈ ഡെൽറ്റ കോമൺ ഡിനോമിനേറ്റർ. അപ്പോൾ ചുരുക്കത്തിൽ AC എന്ന് പറഞ്ഞാൽ ദ കോപ്പർ ഏരിയ ഈസ് 480 ബൈ ഡെൽറ്റ എന്ന് ചുരുക്കത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ സിംഗിൾ ഫേസിൻ്റെ കേസ് ഇത് 280 ബൈ ഡെൽറ്റ എന്നാണ് വന്നത്. അപ്പം വിൻഡോ സ്പേസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ പഴയത് തന്നെയാണ്. എന്തുമാത്രം ഈ വിൻഡോ ഏരിയയിൽ ഇതിൻ്റെ ആക്ച്വൽ കോപ്പർ എന്തുണ്ടോ ഈ എന്നിട്ട് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ഏരിയ ഓഫ് ദ വിൻഡോ, ഇതാണ് സ്പേസ് ഫാക്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ KW അത് തന്നെ കോപ്പർ ഏരിയ ബൈ വിൻഡോ ഏരിയ. അപ്പോൾ KW സമം AC ബൈ AW. അപ്പം നമുക്ക് AC സമം KW ഇൻറ്റു AW എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 480 ബൈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ KW ഇൻറ്റു AW എന്ന് എഴുതാം. അതിൽ നിന്ന് ആംപിയർ ടേൺസ് 80 mm ഓഫ് N1 ഇൻറ്റു I1 അല്ലെങ്കിൽ IP ഇൻറ്റു TP എന്ന് പറയുന്നതാണ് ആംപിയർ ടേൺസ്. AW ഇൻറ്റു KW ഇൻറ്റു ഡെൽറ്റ ബൈ 4 ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടി. റേറ്റിംഗ് ഓഫ് 3 ഫേസ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമുക്ക് ഇൻ KVA എന്ന് പറയുമ്പം ഫേസ് വോൾട്ടേജ് പ്രൈമറി ഇൻറ്റു ഫേസ് കറണ്ട് പ്രൈമറി, അപ്പം ഇൻറ്റു 10⁻³ KVA ആക്കാൻ വോൾട്ടാമ്പിയറാണ്. അപ്പം മൊത്തം 3 ഫേസിൻ്റെ ആകുമ്പോൾ 3. ഇപ്പം ചുരുക്കത്ത് 3 ഇൻറ്റു VP ഇൻറ്റു IP ഇൻറ്റു 10⁻³
3 ഇൻറ്റു ഇ പി ഇൻറ്റു ഐ പി ഇൻറ്റു 10⁻³ അപ്പം 3 ഇൻറ്റു ഇ പിക്ക് പകരം ഞാൻ വോൾട്ട്സ് പെർ ടേൺ എടുക്കുക. ഇ പി എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു ഫേസിലുള്ള പ്രൈമറി വോൾട്ടേജ്. അപ്പം അതിന് പകരം ഇ ടി എന്ന് എടുക്കുക, വോൾട്ട്സ് പെർ ടേൺ ഇൻറ്റു മൊത്തം ടേൺസ് പ്രൈമറിയുടെ. അപ്പം ഇ ടി ഇൻറ്റു ടി പി എന്ന് എഴുതാം. ഇ പിക്ക് പകരം ഇ ടി ഇൻറ്റു ടി പി ബ്രാക്കറ്റിൽ ഇൻറ്റു ഐ പി ഇൻറ്റു 10⁻³ and then let us substitute for ഇ ടി. ഇ ടി ഈസ് 4.44 ഇൻറ്റു എഫ് ഇൻറ്റു 5m. ഇ ടി വോൾട്ട്സ് പെർ ടേൺ നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിനെ ഇനി ഈ ഐ പിയും ടി പിയുടെ കമ്പൈൻ ചെയ്ത് വെളിയിലെഴുതി അത് ആംബിയർ ടേൺസാണ്. ദിസ് ഇസ് ആംബിയർ ടേൺസ്. ആംബിയർ ടേൺസിൻ്റെ സ്ഥാനത്ത് ഈ ഇക്വേഷൻ 2 AW ഇൻറ്റു KW ഇൻറ്റു ഡെൽറ്റ ഡിവൈഡ് ബൈ 4 ഇൻറ്റു 10⁻³ അങ്ങനെ ഇത് പ്രോപ്പറായിട്ട് എഴുതുമ്പോൾ 3.33 4.44 ഇവിടെ ഈ 4 കൂടെ വെട്ടിപ്പോയി 1.11 ഇൻറ്റു 3.33 ഇൻറ്റു എഫ് ഇൻറ്റു 5m ഇൻറ്റു BM ഇൻറ്റു AI എന്ന് വരും. ഇൻറ്റു AW ഇൻറ്റു KW ഇൻറ്റു ഡെൽറ്റ. അതിനകത്ത് കോൺസ്റ്റൻറ്റ് ടേംസ് എല്ലാം കൂടെ അകത്തിടുന്നു. അപ്പോൾ 3.33 ഇൻറ്റു എഫ് ഇൻറ്റു BM ഇൻറ്റു ഡെൽറ്റ ഇൻറ്റു KW ഇൻറ്റു 10⁻³ അതിനെ നമ്മൾ C0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് C0 ഇൻറ്റു AW ഇൻറ്റു AI where C0 is a constant equal to 3.33 F ഇൻറ്റു BM. 5mന് പകരം നമ്മൾ BM ഇൻറ്റു AI എന്ന് എഴുതി. ഈ 5mന് ഇൻസ്റ്റെഡ് ഓഫ് 5m we wrote BM ഇൻറ്റു AI ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു അയൺ ഏരിയ ഓഫ് ദ കോർ. അപ്പം C0 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ദ ഔട്ട്പുട്ട് കോഎഫിഷ്യൻ്റ് ഈസ് 3.33 F BM ഇൻറ്റു ഡെൽറ്റ ഇൻറ്റു KW ഇൻറ്റു 10⁻³ സിംഗിൾ ഫേസിൻ്റെ കേസിൽ ഇത് ഈ C0 ഈസ് 2.22. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ് ഇൻ ദി ഔട്ട്പുട്ട് ഇക്വേഷൻ. അപ്പോൾ ഔട്ട്പുട്ട് ഇക്വേഷൻ AW ഈസ് ദ വിൻഡോ ഏരിയ and AI is the core iron area of the core. അപ്പോൾ 3 ഫേസിൻ്റെ സിംഗിൾ ഫേസിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ സമാനമാണ്. only the difference is with regard to the constant.